In this video, we are going to discuss about second law of thermodynamics. So, before going to the second law of thermodynamics, what was the need of second law of thermodynamics? ഇപ്പം നമ്മൾ പറയുന്നത് നമുക്ക് എന്താണ് second law of thermodynamicsന്റെ ആവശ്യം എന്തായിരുന്നു? That means, what do you mean by the first law? First law of thermodynamics, actually it was dealing with energy conservation. അല്ലെങ്കിൽ നമുക്ക് law of conservation of energy ആയിരുന്നു അല്ലേ? Energy can neither be created nor energy can be destroyed. Energy, the total amount of energy in the universe is always a constant. അപ്പം അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറഞ്ഞത്. ബട്ട് ഇൻ ദാറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഒരു മേജർ ലിമിറ്റേഷൻ ഉണ്ട്. അത് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് എനർജിയെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. And it is not telling surely that whether the process is spontaneous. പെട്ടെന്ന് എളുപ്പം നടക്കുന്ന സ്പോണ്ടേനിയസ് പ്രോസസ് ആണോ അല്ലയോ ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയാം ഇത് കംപ്ലീറ്റ്ലി ഒരു ഹീറ്റ് എനർജിയെ കംപ്ലീറ്റ്ലി നമുക്ക് വർക്കിലോട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റില്ല. So it is lacking to provide the sufficient condition for the process to take place. അതാണ് ഫസ്റ്റ് ലോയുടെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ലോയുടെ ആ ലിമിറ്റേഷനാണ് നമ്മൾ സെക്കൻഡ് ലോയിലോട്ട് പോകുന്നത്. ദ ഫസ്റ്റ് മേജർ ആൻഡ് ദ പ്രോംപ്റ്റ് പോയിന്റ് ദറ്റ് ഈസ് ലൈങ് ഇൻ ദ ലിമിറ്റേഷൻ ഇസ് ഡയറക്ഷൻ ഓഫ് ഹീറ്റ് എനർജി ഫ്ലോ ഇസ് നോട്ട് സ്പെസിഫൈഡ്. We know that as usual heat is always transferred from a hotter body to a colder body അല്ലേ? നമുക്ക് ഡെയിലി ലൈഫിൽ എവറി ഡേ വി കം അക്രോസ് ദാറ്റ്. എപ്പോഴും നമുക്ക് ചൂടിൽ നിന്നും തണുപ്പിലോട്ടാണ് അല്ലേ? ഇഫ് യു ആർ ഇൻ ദ കിച്ചൺ ഓൾസോ, ഇഫ് യു ആർ ബോയിലിംഗ് സം വാട്ടർ, വാട്ട് വിൽ ഡു, വിൽ കീപ് ഇറ്റ് ഔട്ട് സൈഡ് സോ ദാറ്റ് ദ ഹീറ്റ് എനർജി ഈസ് ഗോൺ അല്ലേ? ഹീറ്റ് എനർജി പോയിട്ട് അത് എന്താവും, അത് തണുപ്പാണ് വരുന്നത് അല്ലേ? പക്ഷേ ഒരു ശകലം ഒരു ഐസ് വാട്ടർ എടുത്ത് വെച്ചാൽ അത് ചൂടായി വരുമോ? ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. But heat energy always flows from a hotter point to a colder region അല്ലേ? നമുക്കറിയാം വാട്ടർ ഓൾവേസ് ഫ്ലോസ് ഫ്രം എ ഹയർ റീജിയൻ ടു എ ലോവർ റീജിയൻ. പൊക്കത്തിൽ നിന്നും താഴത്തിലോട്ടാണ് വെള്ളം ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു നാച്ചുറൽ ഫിനോമിനയാണ്. ഹീറ്റ് ഫ്ലോസ് ഫ്രം എ ഹോട്ടർ ബോഡി ടു എ കോൾഡർ ബോഡി എന്ന് പറയുന്നു. അതുപോലെ തന്നെ വാട്ടർ ഫ്ലോസ് ഫ്രം എ ഹയർ സ്ലോപ്പ് ടു എ ലോവർ സ്ലോപ്പ് അല്ലെ? പൊക്കത്തിൽ നിന്നും താഴോട്ട് ഫ്ലോ ചെയ്യുന്നു എന്ന് പറയുന്നു. സി ദീസ് ആർ ഓൾ ദ നാച്ചുറൽ ഫിനോമിന അക്കമ്പനിങ് വിത്ത് ദ യൂണിവേഴ്സ്. അപ്പോൾ ഈ സെക്കൻഡ് ലോയെ കുറിച്ച് പഠിച്ചത് ആരാണ്? വാട്ട് ഈസ് ഗോയിങ് ടു ഡിസ്കസ്ഡ് ഇൻ ദ സെക്കൻഡ് ലോ? ഇപ്പോൾ 1850s Rudolf Julius Emanuel Clausius, he was actually studying about the relation between or what is happening between the heat transfer and work. Heat transferൽ നടക്കുമ്പം നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് കിട്ടുന്നുണ്ടോ ഇല്ലയോ, വാട്ട് ഈസ് ദ തിങ്സ്, നമുക്ക് ഹീറ്റ് എനർജി കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു, ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഹി സ്റ്റാർട്ടഡ് സ്റ്റഡി. ആൻഡ് ഹി കുഡ് ഫൈൻഡ് ദാറ്റ് നമ്മളൊരു കോൾഡർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഹോട്ടർ അറ്റ്മോസ്ഫിയറിലോട്ട് ഹീറ്റിന് ഫ്ലോ ചെയ്യാൻ പറ്റൂല. ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ഇഫ് യു ആർ യൂസിങ് ആൻ എക്സ്റ്റേണൽ ഏജൻസി. നമ്മളൊരു പമ്പോ അങ്ങനെയുള്ള എക്സ്റ്റേണൽ ഏജൻസി എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൾഡറിൽ നിന്നും ഹോട്ടർ ബോഡിയിലോട്ട് പോകാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ആൻഡ് ഹി വാസ് എക്സ്പ്ലെയിനിങ്, ഇവൻ ദോ ഇറ്റ് ഈസ് നോട്ട്, ഇവിടെ അതല്ലെങ്കിൽ പോലും പറയുകയാണ്, ഫണ്ടമെന്റൽ ലോസ് ഓഫ് യൂണിവേഴ്സ് ആണ് രണ്ട് തിയറമായിട്ട് അദ്ദേഹം പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. എനർജി ഓഫ് യൂണിവേഴ്സ് ഈസ് കോൺസ്റ്റന്റ്. ആൻഡ് എൻട്രോപ്പി എന്ന് പറയുന്നത് ദ ഡിസോർഡർനെസ്. അപ്പോൾ ഡിസോർഡർനെസ് ഈസ് ഓൾവേസ് ടെൻഡിങ് ടു ബി മാക്സിമം അല്ലേ? So after since he was studying about the heat energy transfer and the work done, this statement was given after his name, renowned after his name, like Clausius statement. And then he was a German scientist. So in 1854 he gave the Clausius statement. And here in that he clearly says that heat cannot spontaneously flow from colder regions to hotter regions without the external work being performed on the system. അപ്പം ഒരു എക്സ്റ്റേണൽ വർക്ക് ഇല്ലാതെ കോൾഡർ റീജിയനിൽ നിന്ന് ഹോട്ടർ റീജിയനിലോട്ട് പോകാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ സീയിങ് ഇൻ അവർ റെഫ്രിജറേറ്റർ. നമ്മളെ വീട്ടിലുള്ള റെഫ്രിജറേറ്ററിൽ നമ്മൾ കാണുന്നതാണ് അല്ലേ? ഹീറ്റ് ഫ്ലോസ് ഫ്രം ദ കോൾഡ് ടു ദ ഹോട്ട്. ബട്ട് വി ആർ യൂസിങ് ആൻ എക്സ്റ്റേണൽ ഏജൻറ്റ്. എന്താണ്? ഇലക്ട്രിസിറ്റി. ഇപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി കറണ്ട് ഇല്ലെങ്കിൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുമോ? ഇല്ല. So with the help of the external agent, that is electricity,
we are working the refrigerator from the colder to the hotter. ഓക്കെ, അപ്പം അതാണ് റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, നൗ we are going to say in detail കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഹീറ്റ് എഞ്ചിൻ സ്റ്റേറ്റ്മെൻറ്റും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റും ഒന്നുകൂടെ പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഗീവ്സ് us the direction of the flow with a spontaneous process. അപ്പോൾ എന്താണ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ആദ്യത്തെ പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ലോ ഈസ് ഗിവൺ ബൈ ദ കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, അതായത് ആ ലോയുടെ ഒരു പാർട്ട്, രണ്ടാമത്തെ പാർട്ടാണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മുടെ കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എങ്ങനെയാണ്? നമുക്കൊരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക് ഫ്രം ദ വി ആർ നോട്ട് ഏബിൾ ടു ഗെറ്റ്. അതുപോലെ തന്നെ നമുക്ക് പറയുന്നത് ദ ടെമ്പറേച്ചർ ഓഫ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് സറൗണ്ടിങ്. അപ്പം നമ്മുടെ സറൗണ്ടിങ്ങിനെ കാട്ടി വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ ഇറ്റ്സ് ടു ഡു വർക്ക്. അല്ലെങ്കിൽ ദ സെക്കൻഡ് കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് ദ വർക്കിംഗ് സബ്സ്റ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് സറൗണ്ടിങ്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് സറൗണ്ടിങ്സ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഡു ദ വർക്ക്. And it is impossible to get a continuous supply of work. ഒരു continuous supply of work it is not possible to get from a body by cooling it to a temperature lower than its surroundings. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കാട്ടി എന്തായിരിക്കണം? വർക്കിംഗ് സബ്സ്റ്റൻസിന് ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം, എന്നാലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹിയർ ലെറ്റ്സ് ടേക്ക് ആൻ എക്സാമ്പിൾ ഓഫ് ഹീറ്റ് എഞ്ചിൻ. നമുക്കറിയാം ഒരു ഹീറ്റ് എഞ്ചിനിൽ നമ്മൾ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സോഴ്സിൽ നിന്നും ഹീറ്റ് എടുക്കും. ഓക്കെ, വി നോ സോഴ്സ് ആൻഡ് സിങ്ക് ആർ ടു പാർട്സ് അല്ലേ? അപ്പോൾ ഒരു ഹീറ്റ് എഞ്ചിനിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് വിൽ എക്സ്ട്രാക്ട് ഹീറ്റ് ഫ്രം എ സോഴ്സ്. ഒരു സോഴ്സിൽ നിന്നും ഹീറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഈ ഹീറ്റിനെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺവേർട്ട് കംപ്ലീറ്റ് ഇൻ ടു വർക്ക് അല്ലേ? അപ്പം ഈ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹീറ്റിൻ്റെ സം ഓഫ് ദ പാർട്സ് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ പാർട്സ് വിൽ ബി കൺവേർട്ടഡ് ടു വർക്ക് ആൻഡ് റെസ്റ്റ് വിൽ ബി റിജക്റ്റഡ് ടു ദ സിങ്ക്. സിങ്ക് എന്ന് പറഞ്ഞാൽ തണുപ്പ്, ലോവർ ടെമ്പറേച്ചറിലോട്ട് റിജക്റ്റ് ചെയ്യും അല്ലേ? അതായത് നമ്മൾ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ അത് ചൂടാവുകയല്ലേ, അത് കഴിഞ്ഞത് ലോവർ ടെമ്പറേച്ചറിൽ തണുപ്പിലോട്ട് റിജക്റ്റ് ചെയ്യണം, അതായത് സിങ്കിലോട്ട് റിജക്റ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ദാറ്റ് അവിടെ എന്തുണ്ട്? ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. സോ വൺ മോർ തിങ് ഈസ് വെരി എവിഡൻറ്റ് ദാറ്റ് ടു കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു വർക്ക്, ഒരു ഹീറ്റ് എനർജിയെ നമുക്ക് വർക്കിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ദർ ഷുഡ് ബി എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ? ദർ ഷുഡ് ബി എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. പക്ഷേ എത്ര ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഉണ്ടെങ്കിലും കംപ്ലീറ്റ്ലി വി ആർ നോട്ട് ഏബിൾ ടു കൺവേർട്ട് എ ഹീറ്റ് എനർജി കംപ്ലീറ്റ്ലി ഇൻ ടു വർക്ക്. ദാറ്റ് ഈസ് 100% തെർമൽ എഫിഷ്യൻസി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഗെറ്റ്. ഇനി നമ്മൾ പറയണം, ഇപ്പം നമ്മളിങ്ങനെ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്നും ഹീറ്റ് അബ്സോർബ് ചെയ്ത് വരുമ്പം നാച്ചുറലി ആഫ്റ്റർ സം ടൈം ദ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് വിൽ സ്റ്റാർട്ട് ഡിക്രീസിങ്. ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങും. കുറഞ്ഞു വരുമ്പോൾ ദ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ വിൽ നോട്ട് ബി ദർ. ടെമ്പറേച്ചർ ഡിഫറൻസ് വരാതിരുന്നാൽ എന്ത് പറ്റും? അവിടെ ഹീറ്റ് ഫ്ലോ നടക്കുമോ? ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ദ ഹീറ്റ് ഫ്ലോ വിൽ ഹാപ്പൻ ഓൺലി ഇഫ് ദർ ഇസ് എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ അല്ലേ? അപ്പം സോഴ്സിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ തണുപ്പായിട്ട് വരുമ്പോൾ ദർ വിൽ നോട്ട് ബി ടെമ്പറേച്ചർ ഡിഫറൻസ് ആൻഡ് ദർ വിൽ നോട്ട് ബി ഹീറ്റ് ഫ്ലോ. അതായത് വർക്ക് വിൽ നോട്ട് ബി ഡൺ. ദാറ്റ് ഈസ് ദ എഞ്ചിൻ വിൽ സ്റ്റോപ്പ് വർക്കിംഗ്. ഓർ അതർ വേർഡ്സ് വി ക്യാൻ സേ നോ മെക്കാനിക്കൽ വർക്ക് ഈസ് ഡൺ. അപ്പം നമ്മൾ എന്താണ് കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പഠിച്ചത്? കെൽവിൻ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് തിങ് ഈസ് ടെമ്പറേച്ചർ ഓഫ് വർക്കിംഗ് സബ്സ്റ്റൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് സറൗണ്ടിങ്. സറൗണ്ടിങ്ങിനെക്കാട്ടി വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം അല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു ഫോർ ദ ഹീറ്റ് ഫ്ലോ ദർ ഷുഡ് ബി എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അതൊരു കോമൺ സെൻസ് ആണ് അല്ലേ? ഹീറ്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ എന്താണ്? അപ്പോൾ എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് ട്രാൻസ്ഫർ ഓർ ഫ്ലോ അല്ലേ? അപ്പോൾ ഫ്ലോ ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ബി എ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലേ? പിന്നെ നമ്മൾ മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്? കെൽവിൻ 100% thermal efficiency it is impossible or we cannot convert complete heat energy into work. Some of the parts will be rejected to a lower temperature. അതാണ് നമ്മൾ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ലോയുടെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്.
ഇനി രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ എന്താണ് ടു ട്രാൻസ്ഫർ ദ ഹീറ്റ് ഫ്രം ദ ബോഡി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ടു എ ഹയർ ടെമ്പറേച്ചർ. താഴെ ലോവർ ടെമ്പറേച്ചറിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇഫ് ആൻഡ് ഓൾ ഇഫ് there is an external agency, ഒരു external help ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ with the aid of an external agency we can convert heat from a or we can transfer heat from a body at lower temperature to a higher temperature. അപ്പോൾ ഈ എക്സ്റ്റേണൽ ഏജൻസി വേണം. അതാണ് നമ്മുടെ റെഫ്രിജറേറ്ററിൽ വി ഓൾറെഡി മെൻഷൻഡ് എക്സ്റ്റേണൽ ഏജൻസി ഈസ് അവർ ഇലക്ട്രിസിറ്റി അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഐസ് പ്ലാന്റിൽ വി നോ വി ആർ യൂസിങ് അമോണിയ ഗ്യാസ്. ആ ഐസ് പ്ലാന്റിൽ ഈ അമോണിയ ഗ്യാസിന് നമുക്ക് വർക്ക് ചെയ്യിക്കണം അല്ലേ. അത് ലോവർ ടെമ്പറേച്ചർ ആണല്ലോ. അപ്പോൾ അതിന് ആക്ച്വലി യു ആർ യൂസിങ് എ പിസ്റ്റൺ. അപ്പോൾ ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് കൊണ്ടാണ് ദ ഹീറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ് ഫ്രം ദ ലോവർ ടെമ്പറേച്ചർ, അതായത് തണുപ്പിൽ നിന്നും ഇറ്റ് ഈസ് ഗെറ്റിംഗ് ട്രാൻസ്ഫേർഡ് ടു എ ഹയർ ടെമ്പറേച്ചർ. പക്ഷേ ഹയർ ടെമ്പറേച്ചർ വരുമ്പോൾ എന്ത് പറ്റും? നമ്മൾ പറഞ്ഞു കംപ്ലീറ്റ്ലി വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എനി പ്രൊഡക്റ്റീവ് വർക്ക്. അപ്പോൾ ബാക്കി അത് സിങ്കിലോട്ട് റിജക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ വരുന്നത് ചൂടാണ്. But in the Carnot cycle, we already told that sink is at a lower temperature. തണുപ്പാണ്. അതുപോലെ സോഴ്സ് എന്ന് പറയുന്ന ഹയർ ടെമ്പറേച്ചർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് റെഫ്രിജറേറ്റർ ഇറ്റ് ഈസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് ലോവർ ടെമ്പറേച്ചറിൽ നിന്നും ഹയർ ടെമ്പറേച്ചറിലോട്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സ്റ്റേണൽ ഏജൻസി. അപ്പോൾ അമോണിയ പ്ലാന്റിൽ തന്നെ നമ്മൾ പറഞ്ഞു ഒരു പിസ്റ്റൺ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ആ പിസ്റ്റണിനെ മൂവ് ചെയ്യും. അപ്പോൾ ആ പിസ്റ്റൻ്റെ മൂവ്മെൻ്റ് ആണ് അവിടെ എക്സ്റ്റേണൽ ഏജൻസി ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ടു ട്രാൻസ്ഫർ ദ ഹീറ്റ് ഫ്രം ദ ലോവർ എനർജി, അതായത് തണുപ്പിൽ നിന്നും ലോവർ ടെമ്പറേച്ചറിലോട്ട് അന്ന് ഹയർ ടെമ്പറേച്ചറിലോട്ട് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് എനർജി നടക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണെങ്കിലും ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. Okay, and now it is also it is theoretical limits of performance ആണ് മെയിൻലി ഇൻ ദ എഞ്ചിനീയറിംഗ് സിസ്റ്റംസ്, ഹീറ്റ് എഞ്ചിൻ, ഹീറ്റ് പമ്പ് ഒക്കെയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് കാർനോട്ട് എഞ്ചിനുണ്ട്, ഹീറ്റ് എഞ്ചിനുണ്ട്, then ice plants ഉണ്ട്, കോൾഡർ എഞ്ചിൻസ് ഉണ്ട്. ഇതൊക്കെയാണ് സെക്കൻഡ് ഇമ്പോർട്ടൻസ്. ആൻഡ് ബോത്ത് ദ ലോസ് ആർ ജസ്റ്റ് സ്റ്റേറ്റഡ് ടുഗദർ ഹിയർ. Now കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റിലും ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിലും കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ടു ഹീറ്റ് എഞ്ചിൻസ്, വെറാസ് ക്ലോഷ്യസ് എന്ന് പറയുന്നത് റെഫ്രിജറേറ്ററും ഹീറ്റ് പമ്പ്സ് ആണ്. സി ബോത്ത് ഓഫ് ദം ആർ ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റൽ ഒബ്സർവേഷൻസ് ആൻഡ് നോ മാത്തമാറ്റിക്കൽ പ്രൂഫ്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് എനർജി. നമ്മൾ പറഞ്ഞു കൺസർവേഷൻ ഓഫ് എനർജി അല്ലെ, എനർജി ഈസ് ബാലൻസ് ഇൻ എനർജി, ഓർ എനർജി ഈസ് നൈദർ ക്രിയേറ്റഡ് നോർ കോൺസ്റ്റന്റ്, ഓർ എ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി ഇൻ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. And second law will give the direction which process takes place and its quality. അപ്പോൾ ഫസ്റ്റ് ലോ ക്വാണ്ടിറ്റിയും സെക്കൻഡ് ലോ ക്വാളിറ്റി ആണ്. ആൻഡ് ആപ്ലിക്കേഷൻ ആസ് ഐ ഓൾറെഡി ടോൾഡ് സ്റ്റീം എഞ്ചിനും ഹീറ്റ് എഞ്ചിനും കൂളർ എഞ്ചിനും ആണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലോയുടെ ലിമിറ്റേഷൻ, മേജർ ലിമിറ്റേഷൻ ഇസ് ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ, ദാറ്റ് കുഡ് ബി ഓവർകം ഇൻ ദ സെക്കൻഡ് ലോ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറയുന്നു അതിന് രണ്ട് പാർട്ടാണ്, ഒന്ന് കെൽവിൻ സ്റ്റേറ്റ്മെന്റും ഉണ്ട്, ഒന്ന് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്. കെൽവിൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ പറയുന്നുണ്ട് വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം, കംപ്ലീറ്റ്ലി തെർമൽ എഫിഷ്യൻസി കിട്ടത്തില്ല, ആൻഡ് ഓൾവേസ് ദർ ഷുഡ് ബി എ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. Continuous supply of work from a body by cooling it to a temperature lower than its surrounding, it's impossible. അത് പറയുന്നുണ്ട്. ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് with the help of an external agency it is possible to transfer the heat from the lower temperature to higher temperature, and that is what is the second law of thermodynamics deals with. Thank you.